ഇടതു സ്ഥാനാർത്ഥിയായ എം ആരിഫിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടെ കേൾക്കാം. അവരെല്ലാം കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് വഴി പറഞ്ഞാണ് പോകുന്നത്. കയ്യിലിരുന്ന പല പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ നഷ്ടപ്പെടുന്നു. പിന്നെ ദേശീയ നേതാവായി ഉയർത്തിക്കാട്ടിയ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ സംഘടനാ സംവിധാനങ്ങളുമായി കണക്ട് ചെയ്തില്ല. വെറുതെ ഒരു അദ്ദേഹത്തെ കൊണ്ട് നടത്തിച്ച് എന്തോ ജോഡോ യാത്രയിൽ ഉടനീളം സഞ്ചരിച്ച ആൾ ഞാൻ BJP പോയി. ത്രൂ ഔട്ട് ഒരു രാഹുൽ ഗാന്ധി നടന്നതിനേക്കാൾ കൂടുതൽ നടന്ന ആളാണ് BJP പോയത്. അപ്പോൾ അതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. കാര്യം വെച്ചാൽ ഇങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറി ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ അവരുടെ സ്പോക്സ്മാൻ ആയിട്ടുള്ള പിന്നെ എന്താണ് വക്കീലുണ്ടല്ലോ, അല്ലല്ല ഹിമാചലിലെ അഭിഷേക് സിംഗ്വി, അദ്ദേഹം പോലും അവർ രാജസ്ഥാനിൽ കൊടുത്തിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടില്ല. ഇതൊക്കെ ഒരു മിഷനറി ഓപ്പറേറ്റ് ചെയ്യാനുള്ള പരാജയമാണ് യഥാർത്ഥത്തിൽ. ഇതൊക്കെ സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണല്ലോ. ഇപ്പോൾ റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവർക്കൊരു മെന്റലി ഞങ്ങൾ ഇത്രയും വലിയ നമ്മുടെ ഓൾ ഇന്ത്യ സ്പോക്സ്മാനെ നിർത്തുകയാണ്, അപ്പോൾ ആ തരത്തിൽ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യണം, നമുക്കത് ദേശീയ തലത്തിൽ ക്ഷീണം ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കി പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി സംഘടനാ സംവിധാനത്തിന്റെ പുറകെ അദ്ദേഹം പോയതുകൊണ്ട് അദ്ദേഹത്തിന് ആലപ്പുഴയുമായി ഒരാളുമായിട്ട് പോലും ബന്ധമില്ല. എന്തെങ്കിലും വന്നാൽ ആളുകളെ കണ്ട് ഏതെങ്കിലും ഒരു ദിവസം പത്രക്കാരെല്ലാം വിളിച്ചുകൂട്ടി എന്തെങ്കിലും പറഞ്ഞു വെച്ചും പോകുന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ബന്ധമില്ല. പിന്നെ ഇവിടെ നിന്നത് പോലും അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ പണത്തിന്റെ കുത്തൊഴുക്ക് ഭയങ്കരമായിരുന്നു. ഇഷ്ടംപോലെ പ്രചരണം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും പുള്ളിയുടെ കട്ടൗട്ടുകളായിരുന്നു, എവിടെ നോക്കിയാലും പുള്ളിയുടെ ഇതായിരുന്നു. അതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രതിച്ഛായൊന്നും ആളുകൾ നോക്കുമല്ലോ. നമ്മൾ നോക്കുന്നത് എന്താ, ആലപ്പുഴയിൽ എപ്പോഴും ഉള്ളത്, ആലപ്പുഴയിലെ വികസന കാര്യങ്ങൾ കൂടെ നിൽക്കുന്ന ഒരാൾ, അരികിലുള്ള ഒരാൾ, ഇതൊക്കെ അവർ നോക്കുമല്ലോ. അത് ശരിക്കും നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അതൊന്നും പിന്നെ അല്ല, അതൊക്കെ രാവിലെ ഈ ന്യൂസ് എല്ലാം കേട്ടിട്ട് വന്നല്ലോ വോട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസക്കാലത്തെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വെച്ചിട്ടല്ലേ അവർ നോക്കുന്നത്. ഓരോന്നും നോക്കി അനലൈസ് ചെയ്ത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു 3-4 ദിവസം മുമ്പെങ്കിലും ആളുകൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. അല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അക്കാര്യത്തിൽ. ഈ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പ്രസംഗിച്ചത് ഞങ്ങളുടെ ക്യാമ്പയിൻ അത് തന്നെയാണ്. എനിക്കത് പൊളിറ്റിക്സ് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്നും നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊന്നും ഇലക്ഷനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം വേറെ എന്താ പറയാനാണ്? കറക്റ്റായിട്ട് അത് അക്കാര്യത്തിൽ പറയേണ്ട പ്രതികരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരണമാണ് കേൾക്കുന്നത്. ആലപ്പുഴയിൽ തനിക്ക് അനുകൂലമായി ജനം